പഴകുളം മധുവിലേക്ക് പോകാം. റാന്നിയാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റാന്നിയിലെ ജനങ്ങൾ കണ്ണു തുറന്നത് പ്രളയത്തിലേക്കാണ്. അരയ്ക്ക് വരെ വെള്ളമെത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പലയിടത്തും. ശ്രീ പഴകുളം മധു, ഇന്ന് രാവിലെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് റാന്നിയിൽ നിന്ന് കേരളം കണ്ടത്. ഇപ്പോൾ ആശ്വാസമുണ്ടോ? വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ആശ്വസിക്കാറായിട്ടില്ല. 2018 പ്രളയം റാന്നിക്കാരുടെ മനസ്സിൽ ഒരു ദിവാസ്വപ്നം പോലെ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ വെളുപ്പിന് 2 മണി മുതലാണ് ജനങ്ങളെല്ലാം ഞെട്ടി ഉണർന്ന് ഒരു വലിയ പ്രളയത്തിൻ്റെ ആരംഭം കണ്ടത്. അത് റാന്നി ടൗണിനെ മൊത്തത്തിൽ വിഴുകി. എട്ടിയപ്പാറ ടൗൺ, ബസ് സ്റ്റാൻഡ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. റാന്നിയുടെ 4 ചുറ്റുമുള്ള ചെറിയ ടൗണുകളും ഗ്രാമങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലായി. റാന്നിയിൽ നിന്ന് വളരെ ഏറെ സ്ഥിതി ചെയ്യുന്ന കോട്ടാങ്ങൽ ടൗൺ പോലും വെള്ളത്തിനടിയിലായി. ഇത് സത്യത്തിൽ വളരെ ഭീതികരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്. താങ്കൾ പറഞ്ഞ പോലെ എന്താണ്, അത്ര അല്ല, ഒരു നില കെട്ടിടം മുങ്ങിയ പല സ്ഥലങ്ങളുമുണ്ട്. അതിന് മുകളിലേക്ക് ആൾക്കാർ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പായുകയായിരുന്നു. വളരെ വേഗമാണ് ഈ വെള്ളം കയറി വരുന്നത്. 2018 ഇതുപോലായിരുന്നു. 2018 ഡാം തുറന്നു വിട്ട ഒരു ദുരന്തം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി സംഭവിച്ചിരുന്നെങ്കിൽ 2018 ഇരട്ടി ഭയാനകമായ പ്രളയം റാന്നിയിൽ ഉണ്ടാകുമായിരുന്നു. ധാരാളം ആൾക്കാർ വീടുകളിൽ ഒറ്റപ്പെട്ടു. അവരെല്ലാം രക്ഷപ്പെടുത്താൻ വെളുപ്പിന് 4 മണി മുതൽ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തി. കൊല്ലത്ത് നിന്നൊക്കെ ബോട്ട് വരണമായിരുന്നു, അതിന് കാത്തു നിന്നു. അവസാനം വരാൻ താമസിച്ചപ്പോൾ കോന്നിയിൽ നിന്ന് കൊട്ടവഞ്ചി എത്തിച്ചു. ഇവിടെ സ്കൂബ ബോട്ട് വന്നു. അങ്ങനെ പല ഭാഗത്തും പല ദിക്കുകളിലേക്കായിട്ട് ആൾക്കാരെ പറഞ്ഞുവിട്ട് പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്തി. കുറേയേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ റാന്നി അസംബ്ലി മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ തുറന്നു. ധാരാളം ആൾക്കാർ അവിടെ കഴിയുന്നു. വളരെ ഭീതികര അന്തരീക്ഷമാണ്. ഇപ്പോൾ ഈ മലയോര മേഖല, കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പം മഴയ്ക്കൊരു ശമനമുണ്ട്. എന്നാൽ ആ മഴ ഇനി തുടർന്നാൽ, വീണ്ടും മഴ വലിയ ആഘാതത്തോടു കൂടി വന്നാൽ റാന്നി ടൗൺ വീണ്ടും ആശങ്കയിലേക്ക് പോകും, ഭയത്തിലേക്ക് പോകും. അവിടെ ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് റാന്നി നിയമസഭാ മണ്ഡലത്തിലെ കിഴക്കൻ മേഖലകളെല്ലാം. അതോട് ചേർന്ന് കിടക്കുന്ന കോന്നി നിയമസഭാ മണ്ഡലത്തിലെ സീതത്തോട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. എൻ്റെ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പം അവിടെ നിന്നൊക്കെയുള്ള കുത്തി ഒലിച്ച് വരുന്ന പാറയും വെള്ളവും ഈ പമ്പയാറിലേക്ക് വന്ന് അതിൻ്റെ സമീപത്തുള്ള തോടുകളിലൂടെ കവിഞ്ഞൊഴുകിയാണ് ഈ റാന്നി ടൗണിലേക്കും മറ്റും വരുന്നത്. ധാരാളം നാശനഷ്ടം ഉണ്ടായി. റാന്നി ടൗണിൽ വ്യാപാരികൾ അവരുടെ ഒരു നില കെട്ടിടം മുഴുവൻ നശിച്ചു. ഞങ്ങൾ വെളുപ്പിനെ 4 മണി മുതൽ ഞങ്ങൾ കുറേയേറെ ആൾക്കാർ അവിടെ വന്നെത്തിയ വ്യാപാരികൾ അവരുടെ താക്കോലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൂട്ടൊക്കെ തുറന്ന് കയറി. പൂട്ട് തുറക്കാൻ കഴിയാത്ത, ഈ ടൗണിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, വെള്ളം പൊങ്ങി വന്ന് ഗതാഗത സൗകര്യം ഇല്ലാത്ത പല വ്യാപാരികളും. നിർണായകമാണ്. ഇന്നും പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ രാത്രി എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ പകൽ.